ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഓർഡർ പോലെ തന്നെയാണ് ഡ്രീം കേക്ക് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡാണ്. ഇതിൽ പല ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആദ്യം ഞാൻ ചെയ്യണത് ഏതെല്ലാം എത്ര എണ്ണം വന്നിട്ടുണ്ട് അതെല്ലാം ഒരു നോട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് എത്ര kg കേക്ക് ഉണ്ടാക്കണം എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു 1 kg അല്ലെങ്കിൽ 1 kgൻ്റെ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 kg ബാറ്റർ ഉണ്ടാക്കിയാൽ മതിയാവും. അങ്ങനെ ഓരോന്നായിട്ട് എഴുതി വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിന്ന് ഞാനിപ്പോൾ ഓൺലൈനായിട്ടും ടിന്നിപ്പോൾ നമുക്ക് ഓൺലൈനിലും ഷോപ്പിലും എല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇത് എവിടെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ. അവർ കൊറിയറൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ 1 kgൻ്റെയും ഹാഫ് kgൻ്റെയും അതായത് 6 ഇഞ്ചിൻ്റെ 8 ഇഞ്ചിൻ്റെ രണ്ട് സൈസായിട്ടുള്ള പാത്രങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ഉള്ളതിൻ്റെ ടിന്നുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 ചെറിയ കേക്കും അതുപോലെ ഒരു 1 kg ആണ് ഇപ്പോൾ ഓർഡർ ഉള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഒരു ഹാഫ് kgയിൽ വൈറ്റാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. വൈറ്റ് ഫ്ലേവറിലാണ്, ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറപ്പിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വൈറ്റ് കളർ വന്നിട്ടുള്ളത്. അപ്പോൾ ടിന്നിൻ്റെ സൈസായിട്ട് 6 ഇഞ്ച് ടിന്നാണ്. ചിലത് നമുക്ക് ഹാഫ് kg ആയിട്ട് കിട്ടുന്നത് 5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ അതിന് സൈസ് കറക്റ്റായിട്ടുള്ള സ്പഞ്ചസ് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാ കേക്കുകളും ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മോസ് ചെയ്യണത് ഇതെല്ലാം ഡീറ്റെയിൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലൊന്നും കാണിക്കണില്ല കേട്ടോ റെസിപ്പി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഒരേ ഫ്ലേവർ തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ഒരുപാട് ഓർഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 1 kgയിൽ ഞാനിപ്പോൾ ഫില്ലിങ് മോസ് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഒരു ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഹാഫ് kgയിൽ എല്ലാത്തിലും ചെയ്യണം കേട്ടോ. അപ്പോൾ 1 kg ഹാഫ് kgയിൽ തന്നെ നമുക്ക് വൈറ്റ് ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളത് വേറെ വൈറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. ഇനി 3rd ലെയറായിട്ട് ഗണേഷാണ് കൊടുക്കുന്നത്. 1 kgയിലേക്ക് കുറച്ച് കൂടുതൽ ഗണേഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗണേഷ് കൊടുത്തു. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ചെയ്യാൻ കേക്കിൻ്റെ പോലെ സാധാരണ കേക്ക് ചെയ്യണ പോലെ ഒരുപാട് പണിയൊന്നുമില്ല. എല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഒന്ന് ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ സെറ്റ് ചെയ്യാനും കുറച്ച് ടൈം മതി. മോസ് ഒന്ന് സെറ്റായി വരാനും അതുപോലെ തന്നെ എന്താ പറയുക പുഡിങ്ങാണ് കൊടുക്കണമെങ്കിൽ പുഡിങ് സെറ്റ് ആവാനും കുറച്ച് ടൈം വേണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ കേക്കിലും എല്ലാത്തിലും കൊടുത്തു. അതുപോലെ തന്നെ വൈറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഗണേഷാണ് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം തിക്കുള്ള ലെയറായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഹെസൽനട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ വൈറ്റിലായിട്ടും ഞാൻ കുറച്ച് ഹെസൽനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്നിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെയ്ത റെസിപ്പിയിൽ ഹെസൽനട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഗണേഷ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പൊങ്ങി നിൽക്കുന്ന നട്ട്സ് എല്ലാം ഒന്ന് താഴോട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകളിലായിട്ട് നമ്മളിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുകയാണ്. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പൊങ്ങി നിൽക്കുന്ന നട്ട്സ് എല്ലാം ഒന്ന് താഴോട്ടാക്കി കൊടുക്കുക. ഈ ഗണേഷിനകത്ത് മിക്സ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ വൈറ്റ് ഒന്ന് സെറ്റായി വരാനുണ്ട്. അത് ഒന്ന് സെറ്റായാലേ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് പിറ്റേ ദിവസം ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റിൻ്റെ പരിപാടി പിന്നെ പിറ്റേ ദിവസം ചെയ്യുള്ളൂ കേട്ടോ, രാവിലെ ചെയ്യുള്ളൂ. ഇതെല്ലാം രാവിലെ ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെയാണ് ബാക്കിയുള്ളത് ചെയ്യണത്. ഇപ്പോൾ എല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വൈറ്റിന് മുകളിലായിട്ട് വൈറ്റ് ഡ്രീം കേക്കിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഷുഗർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ഷുഗർ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റിക്കർ വെക്കണമെങ്കിൽ നമ്മൾ സ്റ്റിക്കർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂണും വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഡ്രീം കേക്ക് ഡെലിവറി ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ലോഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലോഗോ കൂടി മുകളിലായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ കൊടുത്ത് വിടുക കേട്ടോ. പിന്നെ നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 1 kg ഓർഡർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ 2 1 kg വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 kg ഓർഡർ ഉണ്ട്. പക്ഷേ ചെയ്യേണ്ടത് നമുക്ക് 1 kg കേക്ക് ചെയ്താൽ മതി. ലെയർ നമ്മൾ ഒരുപാട് കട്ടിയുള്ള ലെയർ കൊടുക്കണില്ലല്ലോ. അപ്പോൾ ഒരു 1 kg കേക്ക് 3 എഗ്ഗ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2 ഈ ബോക്സിലേക്കുള്ള ലെയർ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് 3 എഗ്ഗ് വെച്ചിട്ട്. അതിന് ശേഷം മൂസ് അപ്ലൈ ചെയ്യുകയാണ്, എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൈകിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്നൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാലും ചെയ്ത് കൊടുക്കുക, ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈദിനെല്ലാവരും ഒരുപാട് പേര് ഇതിന് ഓഫറെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈദിനൊക്കെ ഓഫറായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രീം കേക്ക് ഓഫറായിട്ട് കൊടുക്കാം. പിന്നെ ഇതന്നെ റെസിപ്പി ഒന്നുകൂടി ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ഓഫർ ഇടുമ്പോഴൊക്കെ ഒന്നുകൂടി ലാഭത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഗണേഷ് കൊടുത്തു. അതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം മുകൾക്കായിട്ട് ഹെസൽനട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഹെസൽനട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹെസൽനട്ട് പോലെ തന്നെ നമുക്ക് കാഷ്യൂം റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ, ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇത് സെറ്റായതിൻ്റെ ശേഷമാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് പേര് ഈ ഡ്രീം കേക്കിൽ ഓഫറുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിലായിട്ട് ഓർഡറുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇതെല്ലാം ഈ ഒരു ഡ്രീം കേക്ക് കണ്ടെയ്നറും കാര്യങ്ങളൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. ഇപ്പോൾ
എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഷോപ്പുകളിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഓൺലൈനായിട്ടുള്ളവരുടെ അടുത്തൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ടിന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ കൂടി ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്